ഹായ് നമസ്കാരം. PSC കേരള നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം പാർട്ട് 22 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം. ആൻസർ അവസാനത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയുമോ എന്ന് നോക്കുക. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം. ആൻസർ കരിമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യം. പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യം. ആൻസർ കുരുമുളക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ശില്പ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ശില്പ നഗരം. ആൻസർ കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, അരുണ ആസിഫ് അലി നേതൃത്വം നൽകിയ പ്രക്ഷോഭം. അരുണ ആസിഫ് അലി നേതൃത്വം നൽകിയ പ്രക്ഷോഭം. ആൻസർ ക്വിറ്റ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം. ആൻസർ 1907. അടുത്ത ക്വസ്റ്റ്യൻ, ആസിയാൻ എന്ന സംഘടനയുടെ ആസ്ഥാനം. ആസിയാൻ എന്ന സംഘടനയുടെ ആസ്ഥാനം. ആൻസർ ജക്കാർത്ത. ജക്കാർത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ മാഡം വിക്കാജി കാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ആൻസർ മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 52. അടുത്ത ക്വസ്റ്റ്യൻ, അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, എലിസ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എലിസ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എയ്ഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ആൻസർ കാൽഷ്യം. കാൽഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽവേ എത്ര സോണുകൾ അഥവാ മേഖലകളായി തിരിച്ചിരിക്കുന്നു? ഇന്ത്യൻ റെയിൽവേയെ എത്ര സോണുകളായി അഥവാ മേഖലകളായി തിരിച്ചിരിക്കുന്നു? ആൻസർ 17. 17. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നദീതീരത്താണ് കൊൽക്കത്ത തുറമുഖം? കൊൽക്കത്ത തുറമുഖം ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത തുറമുഖം. അടുത്ത ക്വസ്റ്റ്യൻ, സീറോ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? സീറോ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ആൻസർ
അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രാചീന ബുദ്ധമത സ്മാരകമായ സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? പ്രാചീന ബുദ്ധമത സ്മാരകമായ സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? ആൻസർ മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ നവംബർ 11. നവംബർ 11. അടുത്ത ക്വസ്റ്റ്യൻ. ഫക്രാമംഗൽ ഹിരാക്കുഡ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി? ക്ഷമിക്കുക, അക്ഷരത്തെറ്റുണ്ട്. ക്വസ്റ്റ്യൻ ഫക്രാമംഗൽ ഹിരാക്കുഡ് പദ്ധതികൾക്കാണ്. പദ്ധതികൾക്ക് ഇവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. ഫക്രാമംഗൽ ഹിരാക്കുഡ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഫക്രാമംഗൽ ഹിരാക്കുഡ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഉത്തരങ്ങൾ: 1 കരിമ്പ്, 2 കുരുമുളക്, 3 കോഴിക്കോട്, 4 ക്വിറ്റ് ഇന്ത്യ, 5 1907, 6 ജക്കാർത്ത, 7 മാഡം ഭിക്കാജി കാമ, 8 മധ്യപ്രദേശ്, 9 54, 10 മഹാരാഷ്ട്ര, 11 എയ്ഡ്സ്, 12 കാൽഷ്യം, 13 17, 14 ഹൂഗ്ലി, 15 അരുണാചൽ പ്രദേശ്, 16 മധ്യപ്രദേശ്, 17 നവംബർ 11, 18 ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, നമസ്കാരം.